എല്ലാവർക്കും ക്യൂസ് ബഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. 1498 മെയ് 20-നാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങിയത്. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. നമ്മൾ പഠിച്ചു, പോർച്ചുഗീസുകാർ കടൽമാർഗം കേരളത്തിലെത്തിയതാണ്. എന്നാൽ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ അറബികളും ചൈനക്കാരും കേരളവുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടിരുന്നു. അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം. കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറായില്ല. അത് പോർച്ചുഗീസുകാരെ കുപിതരാക്കുകയും കോഴിക്കോടിൻ്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു. കുഞ്ഞാലി മരയ്ക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർമാർ. കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്, കാരണം അവർ 4 പേരുണ്ടായിരുന്നു. ഇവരുടെ ആസ്ഥാനം കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു. പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ ഈ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഖാസി മുഹമ്മദ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് ഫത്ഹുൽ മുബീൻ. അതിൻ്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ്. അതിലെ വരികളാണ്: ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയിടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ. ഈ വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിൽ പരസ്പരം മത്സരിച്ചു. കുരുമുളകിന് വേണ്ടിയായിരുന്നു ഈ മത്സരങ്ങളെല്ലാം. 1663-ൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം എന്നാണ് 1663. എന്നാൽ ഡച്ചുകാർക്ക് അവിടെ പിടിച്ചു നിൽക്കാനായില്ല. എന്തായിരുന്നു കാരണം? തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741-ലെ കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതോടെ അവർക്കും കേരളം വിട്ടുപോകേണ്ടി വന്നു. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് 1741-ലെ കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധത്തെപ്പറ്റി സർദാർ KM പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. കുളച്ചിൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നുമായിരുന്നില്ല. പക്ഷേ കേരളം, അതായത് മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചിൽ യുദ്ധം. ഇതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും ഇവർക്ക് കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവും. പിന്നീട് കേരളത്തിൽ വ്യാപാരം നടത്തിയിരുന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായിരുന്നു. ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. കേരളത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം ഉറപ്പിച്ച വഴികൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615-ൽ കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും പാണ്ഡികശാലകൾ, അതായത് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കി. തുടർന്ന് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാനുള്ള അനുവാദവും ഇവർ നേടിയെടുത്തു. പിന്നീട് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായി ഈ അഞ്ചുതെങ്ങ് മാറി. അഞ്ചുതെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു.
1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ബ്രിട്ടീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഈ കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഈ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായി കണക്കാക്കുന്നത്. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് നികുതി കൊടുക്കാൻ നിർബന്ധിതനായി. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലായി. ഈയൊരു പോർഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ പാണ്ഡികശാലകൾ അതായത് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ച പ്രദേശങ്ങളാണ് വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ പാണ്ഡികശാലകൾ ആരംഭിച്ച പ്രദേശങ്ങൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം അഞ്ചുതെങ്ങ്. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമാണ് അഞ്ചുതെങ്ങ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ശ്രീരംഗപട്ടണം സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി. ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയത് നമ്മൾ പഠിച്ചു. ഇത്തരത്തിൽ രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയതിനു ശേഷം അവർ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും മേലുള്ള കൈകടത്തലുകൾ അവർക്കിഷ്ടമായില്ല. ഇതിനെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ വളർന്നു വന്നു. അതിലൊന്നാണ് പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ചതിന് ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. മാത്രമല്ല, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരുടെ സഹായത്താൽ പഴശ്ശിരാജ ഒളിപ്പോർ നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജാവിനെ സഹായിച്ചവർ ആരൊക്കെയായിരുന്നു? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജാവിനെ സഹായിച്ചവർ ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം 1805 നവംബർ 30. പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷമാണ് 1805 നവംബർ 30. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെടുന്ന ഏതൊക്കെ പേരിലാണ്? പൈച്ചി രാജയെന്നും കൊട്ടിയോട്ട് രാജയെന്നും. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട്.
ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായാണ് ഈ നോവലിൽ പരാമർശിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കായില്ല. പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വച്ച് ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിൽ കെട്ടിത്തൂക്കി. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തുകയും ചെയ്തു. പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചു. എന്നാൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ തുടർന്നു. ഭരണനിയന്ത്രണം ഏറ്റെടുത്തതോടെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിലുണ്ടാക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുകയും ചെയ്തു. അതോടെ സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറി. കേരളത്തിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങളാണ് നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് തുടങ്ങിയവ. കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ. ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. വ്യാപാരം സുഗമമാക്കാൻ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്കനുകൂലമായി ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അതായത് അവർ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി റോഡുകളും പാലങ്ങളും റെയിൽവേ പാളങ്ങളും പണിതു. ചരക്കു ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ഭേദഗതി ചെയ്തു. ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവുതൂക്ക സമ്പ്രദായവും നടപ്പിലാക്കി. വ്യാപാരത്തിനായി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ പാളങ്ങൾ തുടങ്ങിയവ പണിതു. ചരക്കു ഗതാഗതം സുഗമമാക്കാൻ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയവിടങ്ങളിൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഏത് വർഷമായിരുന്നു? 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെ നീണ്ടുകിടക്കുന്ന ഈ റെയിൽവേ പാത 1861 നിർമ്മിച്ചത്. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും ഈ റെയിൽവേയെ ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. ബ്രിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി. പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂവുടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ജന്മിമാരും നാടുവാഴികളും കുടിയാന്മാരുടെ മേൽ നികുതിഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി. ഇതിനെതിരെ നടന്ന കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ. ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നു. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? വില്യം ലോഗൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്ക് തന്നെ ഭൂ ഉടമാ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരം വകയായി മാറി, അതായത് സർക്കാർ വക ഭൂമിയായി മാറി. ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഈ വിളംബരമാണ് പണ്ടാര പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത്.
പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. പുറപ്പെടുവിച്ച വർഷം എന്നാണ് 1865. 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. അങ്ങനെ ഭൂരിഭാഗം കുടിയാന്മാരും തിരുവിതാംകൂറിൽ ഭൂ ഉടമകളായി തീർന്നിരുന്നു. ഇതിനു പകരമായി ഈ കുടിയാന്മാർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. കൊച്ചിയിൽ കുടിയാന്മാർ നിയമം നിലവിൽ വന്ന വർഷം 1914 കൊച്ചിയിലെ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1914. നമുക്ക് ഈ പ്രധാന വർഷങ്ങൾ ഒന്നുകൂടി നോക്കാം. പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലാണ് നടന്നത് 1865. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിൽ കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളിലായി കൃഷി ചെയ്യാൻ തുടങ്ങി. മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിൻ്റെ ഉൽപ്പാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമായി മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിച്ചു. വ്യാപാരാവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിന് പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി. നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കൊനോലി തേക്ക് വച്ചുപിടിപ്പിച്ചു. ഇത് പിന്നീട് കൊനോലി പ്ലോട്ട് എന്നറിയപ്പെട്ടു. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ എന്നിവ തോട്ടമേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. ഇതോടൊപ്പം നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ട് കമ്പനികളും കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയവിടങ്ങളിൽ കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു. ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമായി വളർന്നു വന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴയിൽ 1859. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിലാണ് സ്ഥാപിതമായത് 1859. കശുവണ്ടി ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഓട്ട് കമ്പനികൾ അന്ന് സ്ഥാപിച്ചത് എവിടെയാണ്? ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നിവിടങ്ങളിലാണ്. കൈത്തറി നിർമ്മാണശാല കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലും ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമാക്കിയുമാണ് വളർന്നു വന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്കാവശ്യമായ സാങ്കേതിക, സാമ്പത്തിക സഹായങ്ങൾ നൽകി. പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകളാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മില്ലും, എറണാകുളത്ത് കളമശ്ശേരിയിലെ ഫാക്റ്റ്, കൊല്ലത്ത് കുണ്ടറ സിറാമിക്സ്, തിരുവനന്തപുരത്ത് റബ്ബർ വർക്ക്സ്, കൊച്ചി ടാറ്റ ഓയിൽ മിൽസ്, കൊച്ചിയിലെ അളഗപ്പ തുണി മിൽ. വ്യവസായശാലകൾ ഏതൊക്കെയായിരുന്നു? കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മില്ലും, എറണാകുളത്തെ കളമശ്ശേരിയിലെ ഫാക്റ്റ്, കൊല്ലത്ത് കുണ്ടറ സിറാമിക്സ്, തിരുവനന്തപുരത്ത് റബ്ബർ വർക്ക്സ്, കൊച്ചിയിലെ ടാറ്റ ഓയിൽ മിൽസ്, കൊച്ചിയിലെ അളഗപ്പ തുണി മിൽ. മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു. ആദ്യമായി കേരളത്തിൽ രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. തുടർന്ന് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്
മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ബെഞ്ചമിൻ ബെയ്ലിയും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജസമാചാരം, പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. ഏറ്റവും ആദ്യം തലശ്ശേരിയിൽ നിന്നും പുറത്തിറങ്ങിയ പത്രം രാജസമാചാരമാണ്. എവിടെ നിന്നായിരുന്നു? തലശ്ശേരിയിൽ നിന്നാണ്. രണ്ടാമതായി ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കീഴിൽ തന്നെ തലശ്ശേരിയിൽ നിന്നും പുറത്തിറങ്ങിയ പത്രമാണ് പശ്ചിമോദയം. കേരളത്തിൽ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങളെയും അവരുടെ പ്രവർത്തന മേഖലകളും നമുക്കൊന്ന് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS, അതിൻ്റെ പ്രവർത്തന മേഖല തിരുവിതാംകൂറാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂറായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി CMS, അതിൻ്റെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമാണ്. കൊച്ചിയും തിരുവിതാംകൂറും ആസ്പദമാക്കി പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘം ഏതായിരുന്നു? CMS ആണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല മലബാറാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖല മലബാറാണ്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ടു. അങ്ങനെ കോളേജുകളും സ്കൂളുകളും സ്ഥാപിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിഭായി 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിഭായി. ഏത് വർഷമായിരുന്നു? 1817. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നു. പഴയ കാലത്ത് കേരളത്തിലെ നീതിന്യായം എന്നത് കുറ്റാരോപിതൻ്റെ ജാതിയെ അടിസ്ഥാനമാക്കിയാണ് നിലനിന്നിരുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി കുറ്റവാളിയുടെ വാദം കേട്ടതിന് ശേഷം കുറ്റത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇതോടെ ജാതിക്ക് അതീതമായി നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരായി. കേസുകളുടെ വിചാരണയ്ക്കായി വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടെ കേരളത്തിലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. ഇക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും മരുന്ന് വരുത്താൻ ഒരു കമ്പനിയെ തന്നെ രാജാവ് നിയമിച്ചു. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ സ്ഥാപിച്ചു. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാ ക്രമം മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യുവാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലും മലബാറിലും കൊച്ചിയിലും മരുമക്കത്തായത്തിനെതിരായ നിയമങ്ങൾ നിലവിൽ വന്നു. മക്കത്തായ സമ്പ്രദായത്തിനാണ് ഈ നിയമങ്ങൾ ഊന്നൽ നൽകിയത്. ഇതുപ്രകാരം തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ തുല്യ അവകാശം ലഭിച്ചു. ഇത് തറവാട്, കൂട്ടുകുടുംബം എന്നിവയുടെ തകർച്ചയ്ക്ക് കാരണമായി. കേരളത്തിൻ്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഭരണം സുഗമമാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായിരുന്നു എങ്കിലും ഈ പരിഷ്കാരങ്ങൾ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ആധുനീകരണത്തിന് സഹായകമായി. നമ്മുടെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.